രാജ്യത്ത് ആധാർ സർവീസ് സേവന നിരക്ക് കൂട്ടി എന്നൊരു വാർത്തയുണ്ട്. GST-യുടെ നിരക്ക് കുറയ്ക്കുമ്പോൾ ആധാറിന്റെ സേവന നിരക്ക് കൂട്ടി. ബയോമെട്രിക് പുതുക്കുന്നതിനുള്ള ഫീസ് 50-ൽ നിന്ന് 75-ആയി വർദ്ധിപ്പിച്ചു. വിവരങ്ങൾ പുതുക്കുന്നതിനുള്ള ഫീസിൽ 25 രൂപ കൂട്ടിയിട്ടുണ്ട്. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങൾ. ആധാർ റഹീസെ 50 രൂപ 75 രൂപയാക്കി, അതായത് 50% വർധനമാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് അല്ലേ? അത് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാകുമോ ഈ വർധനവ്? സ്വാഭാവികമായും സാധാരണക്കാർ നിരന്തരം ആധാറുമായി ബന്ധപ്പെട്ട് സേവനത്തിന് പോകുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ പണം കൂട്ടിയിരിക്കുന്നത് ഡോക്ടർ അരുൺകുമാർ. അതായത് ബയോമെട്രിക് പുതുക്കൽ പല സമയത്തും ആവശ്യമായി വരുന്നതാണ്. ആ സമയത്ത് നിലവിൽ 50 രൂപയായിരുന്നു ഇതുവരെ ചാർജ്. അത് 75 രൂപയായി. 25 രൂപ, അതായത് 50% വർധനവ് അവിടെ ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, വിവരങ്ങൾ പുതുക്കുന്നത്. സാധാരണഗതിയിൽ ആധാറുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അപ്ഡേഷൻ വരുന്നത് പേരിലെ ചേഞ്ച്, അഡ്രസ്സിലെ ചേഞ്ച്, ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അങ്ങനെ വിവരങ്ങൾക്കാണ് നിരന്തരം ഒരു ആധാറുള്ളയാൾ പിന്നെ അതുമായി ബന്ധപ്പെട്ട സേവനത്തിന് പോകുന്നത്. അതിനുള്ള പണവും 25 രൂപ കൂട്ടി 50-ൽ നിന്ന് 75 ആക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, A4 പേപ്പറിൽ പ്രിന്റ് എടുക്കുന്നതിന് ഇതുവരെ 30 രൂപയുള്ളായിരുന്നു. അത് പുതിയ ആധാർ എടുക്കുന്ന ആൾക്കും അല്ലാത്ത ആളുകൾക്കുമൊക്കെ 30 രൂപയായിരുന്നു. അത് 50 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് എല്ലാത്തിലും ചെറിയൊരു മാർജിൻ, ചെറിയ മാർജിൻ അല്ല, ഏതാണ്ട് 50%വും 50%-ത്തിന് അടുത്തുള്ള ഒരു മാർജിനും കൂടിയിട്ടുണ്ട് എന്നതാണ്. 19-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. മറ്റൊരു രസകരമായ കാര്യം, ഇതൊന്ന് ഉറപ്പിക്കാൻ ആധാർ സെന്റർ നടത്തുന്ന 1-2 ആളുകളെ നമ്മൾ വിളിച്ചിരുന്നു. അപ്പോൾ അവർ ചോദിച്ചത്, ഇപ്പോഴാണോ ഇതിൽ 75 രൂപയാക്കിയത്? ഞങ്ങൾ 75-ഉം 100-ഉം ഒക്കെ വാങ്ങാറുണ്ട്, 50 രൂപയാണെന്ന് ഇപ്പോൾ നീ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അതാണ് അവസ്ഥ റഹീസേ. ആളുകൾ വാങ്ങിക്കൊണ്ടിരുന്ന 75, ഇപ്പോഴാണ് കൂട്ടിയെന്നുള്ള കാര്യം ഇപ്പോഴാണ് അവർ തന്നെ തിരിച്ചറിയുന്നത്. ഞങ്ങൾ പണ്ടേ അതാ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്താല്ലേ നമ്മുടെ നാട്ടിലെ ഓരോ കാര്യങ്ങളെ